നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യ UAE വ്യാപാരം ഇരട്ടിയാക്കും, പ്രതിരോധം, ആണവോർജ്ജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. അമേരിക്കയ്ക്കും യൂറോപ്പും തമ്മിലുള്ള വൻ വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തി ട്രംപ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ തടസ്സം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ കടുത്ത നികുതികൾ പ്രഖ്യാപിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തിയാർജിച്ചതോടെ കുതിപ്പിൽ സ്വർണവും വെള്ളിയും. സ്വർണവില 1.75 ലക്ഷം രൂപ വരെ എത്താൻ സാധ്യതയെന്ന് പ്രവചനം. ഗാസയുടെ സമാധാനത്തിനായി രൂപീകരിച്ച ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യയ്ക്കും ക്ഷണം. പങ്കാളിയായാൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ. ഫോൺപേ IPOയ്ക്ക് സെബിയുടെ അനുമതി. കമ്പനി ഉടൻ തന്നെ DRHP ഫയൽ ചെയ്യും. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 1065 പോയിന്റ് താഴ്ന്ന് 82,180 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 353 പോയിന്റ് താഴ്ന്ന് 25,232 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് കനത്ത നിരാശ ഉള്ളൊരു ദിവസം തന്നെയാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം മാർക്കറ്റ് ആദ്യ ഒരു സെഷനിൽ നമ്മൾ കണ്ടതാണ് 0.5% മുകളിലേക്കൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടർന്നതെങ്കിലും ഇന്ന് ക്ലോസിംഗ് എടുക്കുമ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് കനത്ത പ്രഹരമെന്ന് തന്നെ പറയാൻ സാധിക്കും. മാർക്കറ്റിൻ്റെ ഒരു ഇടിവ് നോക്കുമ്പോൾ 1.5% അടുത്തേക്കൊരു ഇടിവാണ് ഇന്ന് നിഫ്റ്റി 50 രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. നിഫ്റ്റി 25,225 എന്നൊരു നിലയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 360 പോയിന്റ് ഇടിവാണ് മാർക്കറ്റ് ഇന്ന് രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,373 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൃത്യം പറഞ്ഞാൽ ഏകദേശം 0.86% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് നിഫ്റ്റി നിരാശപ്പെടുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഏതായാലും സെൻസെക്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളിലൊക്കെ തന്നെ കനത്ത രീതിയിലുള്ള ഒരു ഇടിവാണ് ഇന്ന് മാർക്കറ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു 300 പോയിന്റ് ഒരു ഇടിവെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജൂണിന് ശേഷം മാർക്കറ്റ് രേഖപ്പെടുത്തിയ ഏറ്റവും വലിയൊരു ഫാളെന്ന് തന്നെ വിലയിരുത്താവുന്ന രീതിയിലുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ലോ ലെവലിലേക്ക് അടുത്തായിട്ടാണ് നിഫ്റ്റിയിൽ ഒരു ട്രേഡിംഗ് ഇപ്പോൾ ഇന്ന് നടന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസ് കനത്ത നിരാശ തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ നിഫ്റ്റി 50 ഓഹരികളുടെ പ്രകടനം കൂടി നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഭൂരിഭാഗം ഓഹരികളിലും ഇടിവ് തന്നെയായിരുന്നു. ആകെ 3 ഓഹരികൾക്ക് മാത്രമേ അല്പമെങ്കിലൊക്കെ ഇത് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. 47 ഓഹരികൾ ഇന്ന് മാർക്കറ്റിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണുവാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്ത്യ UAE വ്യാപാരം ഇരട്ടിയാക്കും, പ്രതിരോധം, ആണവോർജ്ജം എന്നീ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിർണായകമായ ധാരണകളിലെത്തി. വെറും 3 മണിക്കൂർ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചെലവഴിച്ച സമയമാണിത്. പക്ഷേ ആ 3 മണിക്കൂർ കൊണ്ട് ഇന്ത്യയും UAEയും ഒപ്പിട്ടത് ലോകം ഉറ്റുനോക്കുന്ന വമ്പൻ കരാറുകളിലാണ്. പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു ഈ സന്ദർശനം. ഏറ്റവും വലിയ പ്രഖ്യാപനം സാമ്പത്തിക രംഗത്താണ്. നിലവിൽ $100 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം 2032ഓടെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ഡിജിറ്റൽ ട്രേഡ് കോറിഡോറുകൾ, പുതിയ മാർക്കറ്റ് ആക്സസ്, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ എന്നിവയ്ക്കായിരിക്കും ഇതിൽ മുൻഗണന. ഇന്ത്യയുടെ പ്രൊഫഷണൽ സമീപനത്തിലുള്ള UAEയുടെ വിശ്വാസമാണ് ഈ വൻ നിക്ഷേപങ്ങൾക്ക് പിന്നിൽ. പ്രതിരോധം, ആണവോർജ്ജം എന്നീ തന്ത്രപ്രധാന മേഖലകളിലും നിർണായകമായ ധാരണകളിലെത്തി. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതകൾക്കിടയിൽ ഇന്ത്യയെ ഏറ്റവും വിശ്വസിക്കാവുന്ന പങ്കാളിയായി UAE കാണുന്നു എന്നതിന്റെ തെളിവാണ് ഈ നീക്കം. പ്രതിരോധ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതുവഴി ഇന്ത്യയുടെ ആഗോള സ്വാധീനം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ഒരു കാലത്ത് പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയായിരുന്ന UAE ഇന്ന് അവരുടെ സാമ്പത്തിക അസ്ഥിരതകളെ തഴഞ്ഞ് ഇന്ത്യയുടെ സുസ്ഥിരമായ വളർച്ചയെ പിന്തുണയ്ക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമ്പോൾ പാകിസ്ഥാന്റെ സ്വാധീനം കുറയുകയും ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഭദ്രമാവുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ അമൃത് കാലം ബജറ്റിന് തൊട്ടുമുൻപ് UAEയുമായുള്ള ഈ സാമ്പത്തിക ഐക്യം ഇന്ത്യൻ വിപണിക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വൻ വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തി ട്രംപ്.
ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ തടസ്സം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ കടുത്ത നികുതികൾ പ്രഖ്യാപിച്ചു. രണ്ടാം ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ ലോകം എന്ന ആശങ്കയിലാണ് നിക്ഷേപകരും വിപണികളും. ഗ്രീൻലാൻഡ് വിട്ടു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ കടുത്ത നികുതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ഇത് വെറും ഒരു ഭീഷണിയല്ല, 100% നടപ്പിലാക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്നത് ആഗോള വിപണിയാണ്. ഫെബ്രുവരി 1 മുതൽ UK ഉൾപ്പെടെയുള്ള 8 നാറ്റോ സഖ്യകക്ഷികൾക്ക് മേൽ 10% ഇറക്കുമതി തീരുവ ചുമത്താനാണ് അമേരിക്കയുടെ തീരുമാനം. ഗ്രീൻലാൻഡ് വിൽക്കാൻ ഡെൻമാർക്ക് തയ്യാറായില്ലെങ്കിൽ ജൂൺ മാസത്തോടെ ഈ നികുതി 25% വർദ്ധിപ്പിക്കും. UK, ജർമ്മനി, ഫ്രാൻസ്, നോർവേ തുടങ്ങി യൂറോപ്പിലെ വമ്പൻ ശക്തികളെല്ലാം ഈ പട്ടികയിലുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ നീക്കത്തെ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് യൂറോപ്യൻ നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. ഗ്രീൻലാൻഡിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളും ഡെൻമാർക്കുമാണെന്ന് UK വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞു. ഡെൻമാർക്കിന് പൂർണ്ണ പിന്തുണയുമായി യൂറോപ്യൻ യൂണിയൻ ഒന്നടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. വിപണിയിലെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കാൻ യൂറോപ്പും തയ്യാറെടുക്കുകയാണ്. ആർട്ടിക് മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം കുറയ്ക്കാൻ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വരണമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ഇതിനായി സൈനിക നടപടി പോലും തള്ളിക്കളയാൻ ട്രംപ് തയ്യാറാകുന്നില്ല എന്നതാണ് ലോകത്തെ ആശങ്കയിലാക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയിൽ ഇതിനൊരു പരിഹാരമാകുമോ എന്ന് ലോകവും ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തിയാർജിച്ചതോടെ കുതിപ്പിൽ സ്വർണവും വെള്ളിയും. സ്വർണവില 1.75 ലക്ഷം രൂപ വരെ എത്താൻ സാധ്യതയെന്ന് പ്രവചനം. ആഗോള വിപണികളിൽ സ്വർണവില ട്രൈ ഔൺസിന് $4,690 എന്ന ചരിത്രപരമായ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. വെള്ളിവില ചരിത്രത്തിലാദ്യമായി ഔൺസിന് $94 മുകളിൽ തൊട്ടു. വ്യവസായ മേഖലയിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകതയും ആഗോള സപ്ലൈ കുറഞ്ഞതും വെള്ളിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. ഇത് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വ്യാപാര താരിഫുകൾ, റഷ്യ-ഉക്രൈൻ യുദ്ധത്തിലെ പുതിയ സംഭവവികാസങ്ങളും നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. ഡോളർ ദുർബലമാകുമ്പോൾ നിക്ഷേപകർക്ക് ഏറ്റവും സുരക്ഷിതമായ ആശ്രയം സ്വർണമാണ്. വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നാം ഇപ്പോൾ റിസോഴ്സ് നാഷണലിസം അഥവാ വിഭവങ്ങൾക്കായുള്ള വൻ ശക്തികളുടെ പിടിവലിയുടെ കാലഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇതിനെതിരെ കടുത്ത നടപടികൾ ആലോചിക്കുമ്പോൾ ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും വിപണിയിലെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. യൂറോപ്പിന് തിരിച്ചടി ഭയന്ന നിക്ഷേപകർ ഡോളർ വിറ്റൊഴിവാക്കി സുരക്ഷിതമായ നിക്ഷേപമായ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ചേക്കേറുകയാണ്. ഇതിനിടയിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്ര സ്വഭാവത്തിന് മേൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന കടന്നുകയറ്റങ്ങളും വിപണിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഫെഡ് ഗവർണറെ പുറത്താക്കാനുള്ള നീക്കത്തിൽ സുപ്രീം കോടതി നാളെ എടുക്കുന്ന തീരുമാനം ആഗോള വിപണിയുടെ ഗതി തന്നെ മാറ്റിയേക്കാം. ചുരുക്കത്തിൽ സ്വർണത്തിന്റെ ഈ കുതിപ്പ് കേവലം താൽക്കാലികമല്ല. രാഷ്ട്രീയ അസ്ഥിരതകളും സാമ്പത്തിക യുദ്ധങ്ങളും തുടരുന്നോളം കാലം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ തിളക്കം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗാസയുടെ സമാധാനത്തിനായി രൂപീകരിച്ച ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്കും ക്ഷണം. പങ്കാളിയായാൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് വിലയിരുത്തൽ. കേൾക്കുമ്പോൾ ഇതൊരു വലിയ നയതന്ത്ര അംഗീകാരമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വലിയൊരു കെണിയുണ്ടെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. പ്രമുഖ തിങ്ക് ടാങ്കായ GTRI പറയുന്നത് ഈ ബോർഡിൽ ചേരുന്നത് ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ്. ഇസ്രായേലുമായും അറബ് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് അടുത്ത ബന്ധമാണുള്ളത്. ഈ ബോർഡിൽ അംഗമായാൽ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചു വരുന്ന നിഷ്പക്ഷ നിലപാട് ചോദ്യം ചെയ്യപ്പെടാം. പലസ്തീൻ ജനതയുടെ സമ്മതമില്ലാതെ ഗസയുടെ വിധി നിശ്ചയിക്കുന്ന സമിതിയിലിരിക്കുന്നത് ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യതയ്ക്കും മങ്ങലേൽപ്പിക്കും. ഒരു വശത്ത് ട്രംപുമായുള്ള അടുത്ത ബന്ധം, മറുവശത്ത് ഇന്ത്യ കാലങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന നീതിയുടെയും നയതന്ത്രത്തിന്റെയും മൂല്യങ്ങൾ. ഗസയിലെ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യ സഹായിക്കണമെന്നതിൽ തർക്കമില്ല. പക്ഷേ അത് ട്രംപിന്റെ ഈ ബിസിനസ് ബോർഡിലൂടെ തന്നെ വേണോ എന്നതാണ് മോദി സർക്കാരിന് മുന്നിലുള്ള വലിയ ചോദ്യമെന്നും GTRI വ്യക്തമാക്കി. പ്രത്യേകിച്ച് ഗാസ പീസ് ബോർഡിന് ട്രംപ് നൽകുന്ന നിർവചനമാണ് വലിയ വെല്ലുവിളി. ട്രംപിന്റെ വാക്കുകളിൽ ഇതൊരു റിയൽ എസ്റ്റേറ്റ് അവസരമാണ്. അവിടെ വലിയ ഹോട്ടലുകളും വാണിജ്യ സമുച്ചയങ്ങളും നിർമ്മിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഐക്യരാഷ്ട്രസഭയെ പൂർണ്ണമായും നോക്കുകുത്തിയാക്കി ട്രംപ് സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ചതാണ് ഈ സമാധാന ബോർഡ്. ജാരഡ് കുഷ്ണർ, ടോണി ബ്ലെയർ തുടങ്ങിയ പ്രമുഖരും വമ്പൻ നിക്ഷേപകരും അടങ്ങുന്ന ഈ സംഘം ഗസയുടെ പുനർനിർമ്മാണം നിയന്ത്രിക്കുമ്പോൾ അവിടെ പലസ്തീൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമോ എന്നത് വലിയ ചോദ്യമാണ്. അതുകൊണ്ടുതന്നെ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ നീക്കം ഇന്ത്യയെപ്പോലെ ഐക്യരാഷ്ട്രസഭയെ വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണ്. കൂടാതെ ഐക്യരാഷ്ട്രസഭയ്ക്ക് പുറത്ത് ഇത്തരമൊരു സംവിധാനത്തിന്റെ ഭാഗമാകുന്നത് ഇന്ത്യയുടെ പാരമ്പര്യ നയങ്ങൾക്ക് വിരുദ്ധവുമാണ്.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫോൺ പേ IPOയ്ക്ക് സെബിയുടെ അനുമതി. കമ്പനി ഉടൻ തന്നെ DRHP ഫയൽ ചെയ്യും. ഫോൺ പേ IPOയ്ക്ക് സെബിയുടെ അംഗീകാരം ലഭിച്ചു. കമ്പനി ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് ഫയൽ ചെയ്യും. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫിൻടെക് IPO ആണെന്ന് വിപണി വൃത്തങ്ങൾ പറയുന്നു. നിലവിലുള്ള ഓഹരി ഉടമകൾക്കുള്ള ഓഫർ ഫോർ സെയിലായാണ് IPO അവതരിപ്പിക്കുന്നത്. വാൾമാർട്ടിന്റെ പിന്തുണയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സ്ഥാപനം ഓഫർ ഫോർ സെയിൽ വഴി ഏകദേശം 12,000 കോടി രൂപ സമാഹരിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഓഹരി ഉടമകൾ അവരുടെ ഹോൾഡിംഗുകളുടെ ഒരു ഭാഗം വിറ്റഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. UPI ഇടപാടുകളിൽ 45% വിപണി വിഹിതവുമായി ഫോൺ പേ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് വിപണിയിൽ മുന്നിലാണ്. 2025 ഡിസംബറിൽ NPCI ഡാറ്റ പ്രകാരം കമ്പനി 9.8 ബില്യൺ ഇടപാടുകൾ പ്രോസസ് ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 7,115 കോടി രൂപയുടെ വരുമാനം നേടി. ഇത് വാർഷികാടിസ്ഥാനത്തിൽ 40% വർധനവ് രേഖപ്പെടുത്തി. ഫോൺ പേയുടെ പബ്ലിക് ലിസ്റ്റിംഗ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയ്ക്ക് നിർണായകമായൊരു മാനദണ്ഡം സൃഷ്ടിക്കും. പൊതുവിപണിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റ് ഫിൻടെക് യൂണിക്കോണുകൾക്ക് ഇത് വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ ഗ്രാമിന് 195 രൂപയും പവന് 1,560 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 13,600 രൂപയും പവന് 1,08,800 രൂപയുമായി. 18 കാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി ഗ്രാമിന് 155 രൂപ കൂടി 11,175 രൂപയായി. വെള്ളിവിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 315 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UAE വ്യാപാരം ഇരട്ടിയാക്കും. പ്രതിരോധം, ആണവോർജ്ജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വൻ വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തി ട്രംപ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ തടസ്സം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ കടുത്ത നികുതികൾ പ്രഖ്യാപിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തിയാർജിച്ചതോടെ കുതിപ്പിൽ സ്വർണവും വെള്ളിയും. സ്വർണവില 1.75 ലക്ഷം രൂപ വരെ എത്താൻ സാധ്യതയെന്ന് പ്രവചനം. ഗാസയുടെ സമാധാനത്തിനായി രൂപീകരിച്ച ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്കും ക്ഷണം. പങ്കാളിയായാൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് വിലയിരുത്തൽ. ഫോൺ പേ IPOയ്ക്ക് സെബിയുടെ അനുമതി. കമ്പനി ഉടൻ തന്നെ DRHP ഫയൽ ചെയ്യും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.